നമസ്കാരം. അഗോർ വിഷൻ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഒരു ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, സൂര്യഭഗവാൻ 14-ാം തീയതി ബുധനാഴ്ച, അതായത് നാളെ ഉച്ചയ്ക്ക് 3 മണി, അതായത് ഉച്ച കഴിഞ്ഞ് 3 മണി 7 മിനിറ്റിന് ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. സംക്രമിക്കുക എന്നാൽ അടുത്ത രാശിയിലേക്ക് പകരുക. സൂര്യൻ ഒരു മാസമാണ് ഒരു രാശിയിൽ നിലകൊള്ളുന്നത്. സൂര്യന്റെ ഈ ഒരു സംക്രമം വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമായിട്ടാണ് കാണുന്നത്. കാരണം ഉത്തരായന പുണ്യകാലത്തിലേക്കാണ് നാളെ മുതൽ നമ്മൾ പോകുന്നത്. കാരണം 2 അയനങ്ങളാണ് ഒരു വർഷത്തിലുള്ളത്. 6 മാസം ഉത്തരായനവും 6 മാസം ദക്ഷിണായനവും. കർക്കിടം മുതൽ ധനുമാസം വരെ ദക്ഷിണായന കാലവും, മകരം മുതൽ മിഥുനമാസം പൂർണ്ണമായിട്ടും ഉത്തരായന കാലവും. ഉത്തരായന കാലം ദേവന്മാരുടെ ഒരു പകലും ദക്ഷിണായന കാലം ഒരു രാത്രിയുമായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ദേവന്മാർക്ക് കൂടുതൽ ശക്തിയും ഊർജവും ഉത്തരായന കാലത്തിലാണ് ഉണ്ടാവുക. കാരണം നമ്മളെല്ലാവരും ഈ പ്രതിഷ്ഠാദി കർമ്മങ്ങളൊക്കെ ഉത്തരായന കാലത്താണ് ചെയ്യാറ്. അപ്പൊ നമ്മുടെ വിഷയം അതല്ല എങ്കിൽ പോലും ഞാനത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സൂര്യഭഗവാന്റെ ഈ പകർച്ച ബുധനാഴ്ച ഉച്ച തിരിഞ്ഞ് 3 മണി 7 മിനിറ്റിനാണ് ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് പകരുന്നത്. ഈ സമയം അത് ഇന്ത്യൻ സമയമാണ്. മറ്റ് ഇന്ത്യക്ക് പുറത്ത്, ഭാരതത്തിന് പുറത്തുള്ളവർ അതാത് പ്രാദേശിക സമയം വെച്ച് കണക്കാക്കിയെടുക്കുക. കാരണം ഈ സമയം നമ്മുടെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് അത്യന്തം ശ്രേഷ്ഠകരമാണ്. കാരണം സൂര്യന്റെ ഈ ഒരു പകർച്ച സമയം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സർവ്വ ഐശ്വര്യങ്ങളും നമുക്ക് ഒരു മാസക്കാലം ലഭിക്കുന്നതായിരിക്കും. കാരണം സൂര്യഭഗവാൻ മാറുന്നോട് കൂടിയിട്ട് ആ ഒരു സമയം നമ്മൾ പ്രാർത്ഥന ചെയ്യുന്നത് വളരെ നല്ലതാണ്. കഴിയുന്നവർക്ക് ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ഓം സൂര്യദേവായ നമ, ഓം ഭാസ്കരായ നമ, അതുപോലെ തന്നെ ഓം ആർത്തരക്ഷകായ നമ. ഇങ്ങനെയൊക്കെയുള്ള ഈ മന്ത്രങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും മന്ത്രങ്ങളോ സൂര്യന്റെ ജപിക്കുന്നത് ഈ സമയം പൂജാമുറിയിൽ നിലവിളക്ക് കൊളുത്തി നല്ലെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഉപയോഗിച്ച് കത്തിക്കുക. എന്നിട്ട് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു മാസക്കാലം ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വന്നു ചേരുന്നതായിരിക്കും. എന്തായാലും സൂര്യഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഈ സമയം ചില നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ചില നക്ഷത്രക്കാർക്ക് ദോഷങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അതാണ് നമ്മുടെ വീഡിയോയിൽ ഇത് പറയാൻ കാരണം. പ്രത്യേകിച്ച് അതായത് ഈ ഒരു സമയം ഈ പറയുന്ന നക്ഷത്രങ്ങൾ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കുന്നത് സൂക്ഷിച്ചായിരിക്കണം. 11 നക്ഷത്രത്തോളം പറയുന്നുണ്ട്. ഞാനിവിടെ 9 നക്ഷത്രങ്ങൾക്കാണ് കൂടുതൽ കാഠിന്യ ദോഷങ്ങൾ ഉള്ളത്. ആ 9 നക്ഷത്രങ്ങളെ കുറിച്ചാണ് പറയുന്നുള്ളൂ. അപ്പൊ ഈ 9 നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രം ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുക. കാരണം പ്രധാനപ്പെട്ട വിവാഹം, അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് തുടങ്ങുക, വിദ്യാഭ്യാസം, അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ നാളെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം മാറ്റിവെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഈ സമയം ചെയ്യുന്ന പ്രവർത്തികൾ ഇവർക്ക് ദോഷമായിട്ട് ഭവിക്കാൻ സാധ്യത കൂടുതലാണ് എന്നൊരു മുന്നറിയിപ്പാണ് നമ്മുടെ ചാനൽ കാണുന്നവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോയിലൂടെ അവതരിപ്പിച്ചത്. കാരണം ആ നക്ഷത്രക്കാർ ആരാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒന്ന് മകീര നക്ഷത്രമാണ്. അതുപോലെ തന്നെ പിന്നീടുള്ള നക്ഷത്രം പൂയമാണ്. തിരുവാതിര നക്ഷത്രമാണ് അടുത്തത്. പിന്നെ പൂരാട നക്ഷത്രമാണ്. അതുപോലെ മൂല നക്ഷത്രമാണ്. അതുപോലെ ആയില്യ നക്ഷത്രക്കാർക്ക്, അതുപോലെ ചതയ നക്ഷത്രം, അവിട്ടം നക്ഷത്രം, ഉത്രാട നക്ഷത്രം. അങ്ങനെ 9 നക്ഷത്രങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. ഇവർക്ക് കുറച്ച് കാഠിന്യ ദോഷങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സമയം ഇവര് നല്ല പ്രവൃത്തികളൊന്നും ചെയ്യരുത്. തൽക്കാലം ഒരു ദിവസം മാറ്റി വെക്കുക. കാരണം അത് ദോഷമായിട്ട് ഭവിക്കാനോ അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ വരാനോ
ബിസിനസ് ആണെങ്കിൽ അതിൽ ദോഷം വരാനോ ഒക്കെ സാധ്യതയുണ്ട്. ഈ സമയം വിവാഹത്തിനൊക്കെ തീരുമാനം എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് തീരുമാനം കൈക്കൊള്ളുക, വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെ എന്ത് കാര്യം, നല്ല കാര്യത്തിന് തീരുമാനം എടുത്താലും അത് വികടമായിട്ട് സംഭവിക്കുന്നതായിരിക്കും ജീവിതത്തിൽ. നമുക്ക് അത് അഭിവൃദ്ധി ഉണ്ടാകില്ല. അതുകൊണ്ട് നാശനഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനും ഇടവരും. അതുകൊണ്ടാണ് ഈ ചെറിയ വീഡിയോ ഇവിടെ അവതരിപ്പിച്ചത്. എന്തായാലും നാളത്തെ ഒരു ദിവസം സൂര്യഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. ഈ സമയം കഴിയുന്നവർക്കൊക്കെ ചെയ്യാം. പറ്റുന്നവർ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക. ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് 3:07 സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് മാറുന്നത്. അതായത് ഈ ഇന്ത്യക്ക് പുറത്തുള്ളവർ അതാത് പ്രാദേശിക സമയം വെച്ച് കണക്കൂട്ടിയെടുത്ത് ആ സമയം കഴിയുന്നവർ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും സൂര്യഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ചെറിയ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.